പാഠം 2. പാറുക ധീരപതാകെ. ഏതൊരു നാടിൻ്റെയും അഭിമാനത്തിൻ്റെ അടയാളമാണ് അവിടുത്തെ ദേശീയ പതാക. ഓരോ രാജ്യത്തിനും പ്രത്യേകം പതാകയുണ്ട്. നമ്മുടെ ഭാരതനാടിനും തനതായ ഒരു ദേശീയ പതാകയുണ്ട്. അഴകും അന്തസ്സും ഒരുമിച്ചു ചേരുന്ന ഒരു ധീര പതാക. അതേക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ദേശീയ പതാകയുടെ ആകൃതി എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ പുസ്തകങ്ങളെപ്പോലെ ദീർഘചതുരാകൃതിയാണ് അതിനുള്ളത്. ദീർഘചതുരാകൃതി പല അളവിലുമാകാം. നീളത്തിൻ്റെ 2/3 ഭാഗം വീതി എന്നതാണ് കൃത്യമായ അളവ്. നീളം 3 മീറ്റർ ആയാൽ വീതി 2 മീറ്റർ ഉണ്ടാകണം. നെടുകെ 3 തുല്യ ഭാഗങ്ങളായി ഭാരത പതാകയെ വിഭജിച്ചിരിക്കുന്നു. ഓരോ ഭാഗത്തിനും വെവ്വേറെ നിറമുണ്ട്. മുകളിൽ കുങ്കുമ നിറം, നടുവിൽ വെള്ള നിറം, അടിയിൽ പച്ച നിറം. ഹായ്, എന്തൊരു ഭംഗിയാണല്ലേ എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആരും പറഞ്ഞു പോകും. പതാകയുടെ വെള്ള നിറത്തിൻ്റെ ഒത്ത നടുവിലായി നീല നിറത്തിൽ കാണുന്നത് അശോകചക്രമാണ്. അതിന് 24 ആരക്കാലുകളുണ്ട്. ദേശീയ പതാകയുടെ നിറങ്ങൾക്കും നടുവിലെ അശോകചക്രത്തിനുമൊക്കെ നമ്മുടെ നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും സവിശേഷതകൾ പലതുമുണ്ട്. മുകളിലെ കുങ്കുമ നിറം ഭാരത മക്കളുടെ ധീരതയെയും ത്യാഗസന്നദ്ധതയെയും സൂചിപ്പിക്കുന്നു. നടുവിലെ വെള്ള നിറം സത്യത്തിൻ്റെയും ശാന്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമാണ്. അടിയിലെ പച്ച നിറമാകട്ടെ സസ്യശ്യാമള കോമളമായ ഭാരതത്തിൻ്റെ ഐശ്വര്യത്തെ ഓർമ്മിപ്പിക്കുന്നു. അശോകചക്രം മഹാനായ അശോക ചക്രവർത്തിയെയും അദ്ദേഹത്തിൻ്റെ സത്യം, ധർമ്മം, അഹിംസ തുടങ്ങിയ ആദർശങ്ങളെയും വിളിച്ചറിയിക്കുന്നു. ദേശീയ പതാക ഉപയോഗിക്കുന്നതിന് കൃത്യമായ ചില നിയമങ്ങളുണ്ട്. തോന്നിയതുപോലെ എല്ലാവർക്കും ദേശീയ പതാക ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഗവർണർ, മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, നിയമസഭാ സ്പീക്കർ എന്നിവർക്ക് അവരുടെ ഔദ്യോഗിക വസതികളിലും വാഹനങ്ങളിലും ദേശീയ പതാക പറപ്പിക്കാം. ഹൈക്കോടതി, സെക്രട്ടേറിയറ്റ് തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ മന്ദിരങ്ങളിലും ദേശീയ പതാക നാട്ടാവുന്നതാണ്. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, ഗാന്ധി ജയന്തി, ശിശുദിനം തുടങ്ങിയ ദേശീയ ദിനാചരണങ്ങളിൽ എല്ലാ പൗരന്മാർക്കും ദേശീയ പതാക ഉപയോഗിക്കാൻ അവകാശമുണ്ട്. ദേശീയ പതാക അത്യന്തം ശ്രദ്ധയോടും വിനയത്തോടും ബഹുമാനത്തോടും കൂടി മാത്രമേ ആരും ഉപയോഗിക്കാവൂ. കൊടികെട്ടുമ്പോൾ തലതിരിഞ്ഞു പോകാനോ തറയിൽ കിടന്ന് ഇഴയാനോ ഇടവരരുത്. ദേശീയ ദുഃഖാചരണ വേളകളിൽ പതാക കൊടിമരത്തിന്റെ പകുതി വരെ ഇറക്കിക്കെട്ടണമെന്നും നിയമമുണ്ട്. ഓരോ ഭാരതീയനും ദേശീയ പതാകയെ അകമഴിഞ്ഞ് ബഹുമാനിക്കണം, ഹൃദയപൂർവ്വം സ്നേഹിക്കണം. അത് നമ്മുടെ ജീവന്റെ ജീവനാണെന്ന സത്യം മറക്കാതിരിക്കുക.